എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ നന്ദി. അവർ എഴുന്നേറ്റ് നിൽക്കുക, കരങ്ങൾ ഉയർത്തി. തോമസ് പോളിന്റെ മേലെ കരങ്ങൾ നീട്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് ആത്മാവിന്റെ അഗ്നി മകന്റെ ശിരസ് നാവിൽ സ്പർശിക്കട്ടെ. അന്ന് പ്രവാചകന്റെ നാവ് അഗ്നി കൊണ്ട് സ്പർശിച്ചതുപോലെ ഈ നാവിലേക്ക് ആത്മാവിന്റെ അഗ്നി സ്പർശിക്കപ്പെടുവാൻ നമുക്ക് ആവശ്യമുള്ള വചനങ്ങളും സന്ദേശങ്ങളും എല്ലാം കർത്താവ് ഈ ദാസനിലൂടെ നമുക്ക് നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഈശോയെ നിന്റെ മകനെ നീ അഭിഷേകം ചെയ്യണമേ. നിന്റെ വലിയ ആത്മാവിന്റെ ശക്തി ഈ മകനിലേക്ക് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമുള്ള വചനങ്ങളും സന്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നിന്റെ മകന് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കുവാമേ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കല്ലേ ഇരിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജെയിംസ്. സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടിട്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അല്ലേ? അപ്പോൾ ഇനി ഏതാനും മണിക്കൂറുകൾ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചുമെല്ലാം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മൾ ഗ്രഹിക്കാൻ കൂടുതൽ എളുപ്പം ഗ്രഹിക്കുന്നതിന് വേണ്ടിയും നമ്മളിൽ തന്നെ വസിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്നതിന് വേണ്ടിയും നമ്മൾ ഈ ഗാനം ആലപിക്കാൻ പോവുകയാണ്. ഈ ഗാനം നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണ്. ആത്മാവേ പരിശുദ്ധാത്മാവേ, അറിയാലോ? അപ്പോൾ ആ ഗാനം നമ്മളിവിടെ നമ്മുടെ കൂടെ നമ്മുടെ ടീം അംഗങ്ങൾ ഷാജിയും മാത്യൂസും പാടുമ്പോൾ നിങ്ങൾ ചേർന്ന് പാടി. അപ്പോൾ ഈ ഗാനത്തിൻ്റെ പ്രധാന ആശയം നമുക്കറിയാം. ഇത് ശക്തമായ ഒരു പ്രാർത്ഥനാ ഗീതമാണ്. നമ്മിൽ വസിക്കുന്ന ദൈവം എവിടെയാ വസിക്കുന്നേ? നമ്മിൽ വസിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു വാർത്ത, ദൈവം നമ്മിൽ വസിക്കുന്നതോടൊപ്പം നാം ദൈവത്തിൽ വസിക്കുകയാണ്. നാം ദൈവത്തിൽ വസിക്കുകയാണ്. നമ്മൾ പാടാറില്ലേ, നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ. മനസ്സിലായോ? അപ്പൊ നമ്മിൽ വസിക്കുന്നതോടൊപ്പം തന്നെ നാം ദൈവത്തിൽ വസിക്കുന്നു. ആ ആശയവും ഈ ഗാനത്തിന്റെ അവസാനത്തിൽ നമ്മൾ വരുന്നുണ്ട്. ആ ബോധ്യത്തോടു കൂടി അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ ബോധ്യത്തിൽ പ്രാർത്ഥിക്കുക. ഒന്നെല്ലാവരും പ്രാർത്ഥിക്കാം, കണ്ണടച്ച്. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, അങ്ങ് എന്നിൽ വസിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ അങ്ങിലും വസിക്കുന്നു. ഞാൻ അങ്ങയിൽ വസിക്കുന്നു. അങ്ങ് എന്നിൽ വസിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ അങ്ങിലും വസിക്കുന്നു. ഞാൻ അങ്ങിൽ വസിക്കുന്നു. നിന്നിൽ ഞാനും എന്നിൽ നീ. ഓ ദൈവ രഹസ്യമേ, ഓ വിസ്മയനീയ രഹസ്യമേ, ഓ ദൈവമേ, എന്നിൽ പ്രകാശിപ്പിക്കണം, എന്നെ പ്രകാശിപ്പിക്കണമേ, എന്റെ ജീവിതത്തെ നീതീകരിക്കണമേ, മഹത്വീകരിക്കണമേ, ശക്തീകരിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ, ആത്മാവേ
ആത്മാവേ, പരിശുദ്ധാത്മാവേ. കൈയടിച്ച് ആവേശത്തോടെ, ആഗ്രഹത്തോടെ, ദാഹത്തോടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ, ദാഹത്തോടെ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സുതനായി മാറി. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ. ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്ന്
ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ 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 അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. 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 സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. 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 അഭിഷേകം ചൊരിയണമേ. 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 ഹല്ലേലൂയ 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 നമ്മുടെ കൂടെ ബലവാനാം എല്ലാവരും കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്ത്
യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഒരിക്കൽ കൂടി പൂർണ്ണാർത്ഥം ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. നമ്മുടെ കൂടെയാണ്. ദൈവം നമ്മോട് കൂടെ. നമുക്കിരിക്കാം. Praise the Lord. ദൈവം നമ്മോട് കൂടെ. നമ്മോട് കൂടെയുള്ള ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസം എന്നാ പറയാ. സഹവാസം എന്ന് പറഞ്ഞ എല്ലാവരും സഹവാസം. എന്താ സഹവാസം എന്ന് പറഞ്ഞാൽ? സഹവാസം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ വസിക്കുക മാത്രമല്ല, നാം ദൈവത്തിൽ വസിക്കുകയാണ്. നാം ദൈവത്തിൽ വസിക്കുകയാണ്. ഏതുപോലെ? ഇപ്പോ ഈ മെഴുകുതിരി എൻ്റെ കയ്യിലാണ്, കണ്ടോ, എൻ്റെ കയ്യിൽ. എന്നപോലെ നാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ ആരോഗ്യത്തിലും സന്തോഷ സമയത്തും മാത്രമല്ല, നമ്മൾ തളർച്ചയിലും വീഴ്ചയിലും എന്ന് തന്നെയല്ല, നമ്മൾ പാപകരമായ അവസ്ഥയിലും നമ്മൾ ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൻ്റെ പോക്കറ്റിലാണ്. അങ്ങനെ ചിന്തിച്ചോ? അഥവാ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. നമ്മൾ എവിടെയാ? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ. നിന്നിൽ ഞാനുമേ എന്നിൽ നീ. കണ്ടോ എന്തോരം പാടിയിട്ടുള്ളത് നമ്മളില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അന്ത്യ അത്താഴ സമയത്ത്, അല്ലെങ്കിൽ അന്ത്യ അത്താഴത്തിന് ശേഷമുള്ള യേശുവിൻ്റെ പ്രഭാഷണത്തിൽ 14-ാം അധ്യായം കിട്ടി തുറന്നപ്പോൾ തന്നെ. 14-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞ ഇതാണ്: ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും. ഒന്നെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും, ഞാൻ നിങ്ങളിലും ആണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഒന്നെല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി ഏറ്റു പറയാം: ഞാൻ എൻ്റെ പിതാവിലും, ഞാൻ എൻ്റെ പിതാവിലും, നിങ്ങൾ എന്നിലും, നിങ്ങൾ എന്നിലും, ഞാൻ നിങ്ങളിലും, ഞാൻ നിങ്ങളിലും എന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഇതിപ്പോ 2000-ലധികം വർഷമായി ഇല്ലേ? നമ്മൾ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ ആ സഹവാസം, ഞാൻ എൻ്റെ പിതാവിലും, കേട്ടോ, അതുപോലെ പിതാവും പുത്രനും ഏതുപോലെ ഒന്നായിരിക്കുന്നുവോ, അതാണ് ഈശോ 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചത്. പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മളോടൊപ്പം ഒന്നാകണം. നാം ഒന്നായിരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ പിതാവിലും, പിതാവും പുത്രനും ഏതുപോലെ ഒന്നായിരിക്കുന്നുവോ. ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു.
അപ്പൊ ആ വചനം ഇനി നമ്മളെ കുറിച്ചൊന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ക്രിസ്ത്യാനിയെ കാണുന്നവൻ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. അതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മൾ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒന്നെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ, ചുമ്മാ പറയരുത്, ഒന്ന് നോക്ക്. കണ്ടോ? കണ്ടോ? ഒന്ന് നോക്കിയേ, ആരാണത്? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞ പോലെ എന്നെ കാണുന്നവൻ യേശുവിനെ കാണുന്നു. ഞാൻ മറ്റൊരു യേശുവാണ്. ഞാൻ മറ്റൊരു യേശുവാണ്. നമ്മൾ ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവാണ്. എന്നു മുതലാണത്? നമ്മൾ മാമോദീസ സ്വീകരിച്ചപ്പോ മുതൽ പൂർണ്ണമായിട്ടും നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറിയിരിക്കുന്നു. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 2 തിരി കൊണ്ടുവന്നിരിക്കുന്നത്. മാമോദീസ സമയത്ത് പള്ളിയിലെ ആനമ്പെള്ള തൊട്ടി അല്ലെങ്കിൽ മാമോദീസ തൊട്ടിയുടെ സമീപത്ത് യേശുവാകുന്ന ആ പ്രകാശമാകുന്ന ആൽഫായും ഒമേഗായും എന്ന് എഴുതി വച്ചിരിക്കുന്ന ആ ഉയർപ്പിന്റെ തിരിയിൽ നിന്നും തിരി കൊളുത്തി നമ്മുടെ കയ്യിലേക്ക് തന്നു. ഇതാണ് നിങ്ങളുടെ കയ്യിൽ തന്ന തിരി. കണ്ടോ? എൻ്റെ ഇടതുവശത്ത് കയ്യിൽ കാണുന്ന ചുമന്നത് യേശുവാകുന്ന മെഴുകുതിരി. ഈ യേശുവാകുന്ന തിരിയിൽ നിന്നും ഒരു തിരി കൊളുത്തി നമുക്ക് കയ്യിൽ തന്നു. ഇപ്പോൾ യേശു നമുക്ക് യേശുവാകുന്ന ഈ മെഴുകുതിരിയിൽ നിന്നും തിരി കൊളുത്തി നമ്മുടെ കയ്യിൽ തന്നപ്പോ എത്ര പ്രകാശം നമുക്ക് യേശു തന്നു. കുറച്ച് തന്നോ? പകുതി തന്നോ? മുഴുവൻ തന്നോ? മുഴുവൻ തന്നോ? എന്താ നമുക്ക് യേശു നൽകിയത്? യേശുവിനെ തന്നെ നമുക്ക് നൽകി. അതാണ് ഈശോ പറയാറുള്ളത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞ യേശു പിന്നെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ യേശു മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ള വചനം അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം കേട്ടപ്പോ എന്താ, ആ അധികാരം മുഴുവനും എനിക്ക് നൽകിയിരിക്കുകയാണെന്ന് ഇല്ലേ? ആ ഈശോ ആ അധികാരം മുഴുവനും നമുക്ക് കൈമാറിയിരിക്കുന്നു ഇല്ലേ? പക്ഷേ അതിന്റെ അവസാനം പറയുകയാണ്, ആ അധികാരം മാത്രമല്ല, എന്നെ തന്നെ നിനക്ക് കൈമാറിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരം മാത്രമല്ല. മത്തായി 28:18 എല്ലാവർക്കും അറിയാം ഇല്ലേ? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക, സകലരെയും ശിക്ഷപ്പെടുത്തുക. അതിന്റെ അവസാനം പറയുകയാണ്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ആരുണ്ടായിരിക്കും? ഞാൻ എവിടെ ഉണ്ടായിരിക്കും? നിങ്ങളോടുകൂടെ. അതിന്റെ അർത്ഥം നമുക്ക് എന്താ യേശു നൽകിയത്? അധികാരമാണോ നൽകിയത്? അതേ അധികാരം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ യേശുവിനെ തന്നെ നമുക്ക് നൽകിയോ? 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 അങ്ങനെ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മറ്റൊരു ലോകത്തിന്റെ പ്രകാശമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുക. നമ്മൾ സാധാരണ ആളുകളൊന്നും അല്ല. നമ്മൾ ആരാണ്?
മറ്റൊരു ക്രിസ്തുവാണ്. ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇതാ ഈ രണ്ട് മെഴുകുതിരികളും ഇപ്പൊ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇടതുവശത്ത് കാണുന്ന ചുമന്ന മെഴുകുതിരി യേശുവാണ്. യേശുവിനെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, യേശുവിനെ ഇതിൽ നിന്നും പകുതി പ്രകാശം തരാൻ സാധ്യമാണോ? സാധ്യമല്ല. യേശുവിന് നമുക്ക് പകുതി പ്രകാശം തരാൻ സാധ്യമല്ല. അതാണ് ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത്. യേശുവിനെ പകുതി തരാൻ സാധ്യമല്ല. എന്നാൽ യേശു തരുമ്പോഴെല്ലാം തരുന്നത് മുഴുവനാണ്. ആരെ മുഴുവനായിട്ട്? തന്നെ തന്നെ. എന്നിട്ട് പറയുകയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പൊ യേശു എന്ത് തന്നു? തന്നെ തന്നെ മാത്രമല്ല തന്നത്, പിതാവിനെ തന്നു. പിന്നെ യേശു എന്ത് പറഞ്ഞു? ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെയും തരും. അപ്പൊ ആരൊക്കെ തന്നു? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതെല്ലാവരും കരമുയർത്തി ഒന്ന് കൈവീശി കാണിച്ചേ, ഒന്ന് സ്തുതിച്ചേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ രണ്ട് മെഴുകുതിരികളും മറക്കുമോ? ഇനി മറക്കുമോ? ഇനിയും പല കാര്യങ്ങളും ഈ മെഴുകുതിരി നിന്ന് പഠിക്കാനുണ്ട്. ഈ മെഴുകുതിരി പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് ഉരുകണം. ഈ മെഴുകുതിരി പ്രകാശിക്കണമെങ്കിൽ ഉരുകണം. അതാണ് മറ്റൊരു രഹസ്യം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ പറഞ്ഞത്, നിന്റെ സ്വന്തം കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. നമ്മുടെ ജീവിതത്തിലെ അനുദിന സഹനങ്ങൾ ഓരോ വ്യക്തിയും സഹിക്കുന്നതിന് സഹനത്തെക്കുറിച്ച് പിറുപിറുക്കാതെ സന്തോഷത്തോടെ ഉരുകാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഉരുകുമ്പോൾ മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. ഒരുപാട് നമ്മൾ പാടിയിട്ടുണ്ട്, ഉരുകി ഉരുകി തീരും മെഴുകുതിരി ആയിട്ടൊക്കെ മാറണം. ഓക്കെ, അപ്പൊ ഈ ആശയം പറഞ്ഞതേ ഉള്ളൂ. യേശു ലോകത്തിന്റെ പ്രകാശമായി നമുക്ക് നൽകിയെങ്കിൽ ആ മെഴുകുതിരി നമ്മൾ ഓരോ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ പ്രകാശമായി ഉരുകുമ്പോഴാണ് ശക്തി ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എല്ലാവരും വളരെയധികം ധ്യാനങ്ങൾ കൂടി നമ്മുടെ ഓരോ ഇടവകകളിലും വളരെയധികം ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. എന്നാൽ ഇനി നമ്മളുടെ ഈ സുവിശേഷ വേലയും നമ്മുടെ ആത്മീയതയും വളരണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ആ വളരുന്നതിനാവശ്യമായ പല ഘടകങ്ങളുമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില ആശയങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മീയമായ ശക്തി നമ്മളിൽ ജ്വലിക്കണം, ആത്മീയമായ വീര്യം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അഥവാ നമ്മുടെ വിശ്വാസം എങ്ങനെ വളരണം. സ്നേഹമുള്ളവരെയും, നമ്മുടെ ജീവിതത്തെ ദൈവം എങ്ങനെ കാണുന്നു എന്ന പോലെ കാണാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കാണണം. പഴയ നിയമത്തിൽ മോശയിലൂടെ നമുക്ക് 10 കൽപ്പനകളെ ദൈവം തന്നു. ഇസ്രായേൽ ജനങ്ങൾ, യഹൂദരും ഫരിസേയരും ഈ 10 കൽപ്പനകളെ
800-ലധികം കൽപ്പനകളും 1000-ലധികം ഉപകൽപ്പനകളും ആക്കിയിട്ട് ജനങ്ങളുടെ നേരെ കർക്കശമായിട്ട് ഇതെല്ലാം പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, ഇത് പാലിക്കാത്തവരെ കഠിനമായി ശിക്ഷിക്കും. നമുക്കറിയാം, വ്യഭിചാരം ചെയ്തവരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. ശാബത്ത് ദിവസം വിറക് പിറക്കിയവനെ പുറത്തു കൊണ്ടുപോയി കൊല്ലുന്നു. ഇതുപോലെ വളരെ കഠിനമായ നിയമങ്ങളും അതനുസരിക്കുന്നതിന് നിർബന്ധിതരാകുകയാണ് അവർ സ്വയം. അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അതനുസരിക്കാൻ നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടണം. നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട്, നിങ്ങളുടെ അധ്വാനം കൊണ്ട് തന്നെ ഈ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കണം. ഇങ്ങനെയുള്ള പ്രബോധനം സിനഗോഗിൽ പ്രഘോഷിച്ചുകൊണ്ട്, സിനഗോഗിന് പുറത്തും ഇത് പഠിപ്പിച്ചുകൊണ്ട് ജനം മുഴുവനും ആ അധ്വാനത്തിലും ആ പാപത്തെക്കുറിച്ചുള്ള ഭാരത്തിലും ഇരിക്കുന്ന അവസരത്തിലാണ് മറ്റൊരു റബ്ബായി, മറ്റൊരു പ്രവാചകൻ, ഒരു പുതിയ പ്രവാചകൻ വന്നിട്ട് പറയുകയാണ്, ആ ഭാരം മുഴുവനും ഞാൻ എടുത്തോളാം. നിങ്ങളുടെ ആ പാപത്തിന്റെ ഭാരം മുഴുവനും ഞാൻ എടുത്തോളാം. എൻ്റെ അടുത്ത് വരുവിൻ. എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ചേ, ഒന്നേറ്റു പറഞ്ഞേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുത്ത് വരുവിൻ, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒന്നുകൂടി കൈവീശി കാണിച്ചേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളുടെ പാപം ഏറ്റെടുക്കാം. ഞാൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാം. ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഓഹോ, ഇത് കേട്ടപ്പോഴേ അവർക്കെല്ലാവർക്കും സന്തോഷമായി, ഇല്ലേ? പാപത്തിന്റെ ഭാരവും എങ്ങനെ ഈ പാപത്തിൽ നിന്ന് വിമോചനം കിട്ടുമെന്ന് വിഷമിച്ചിരുന്നപ്പോഴാണ് കർത്താവ് ഈശോ മിശിഹ ഈ ഒരു പുതിയ പ്രബോധനം കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളുടെ പാപം ഞാൻ ഏറ്റെടുത്തോളാം. അതിനെയാണ് സദ്വാർത്ത. അതൊരു പുതിയ ന്യൂസ്, ഒരു ഗുഡ് ന്യൂസ്, ഇല്ലേ? അന്ന് വരെ അവർ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു വാർത്ത. അതിനാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ പുസ്തകം